ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരം നമ്മുടെ ലക്നോ വേഴ്സസ് ഗുജറാത്ത് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. ഇന്നേ ദിവസം കൃത്യം 3:30 നമ്മുടെ മത്സരം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റിയുള്ള ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് കാര്യം കൂടെ ഞാൻ ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ പാകിസ്ഥാൻ്റെ മാച്ചസ് 2 ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ IPL 2 മാച്ചസ് ഉണ്ട്. ടോട്ടലി നമ്മൾ 4 മാച്ചസാണ് ഇന്നത്തെ ദിവസം കവർ ചെയ്യാൻ പോകുന്നത്. അതും നമ്മുടെ എല്ലാ ടീമുകളും ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഓൾറെഡി ഫ്രീ ടീംസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ദിവസം 4 മത്സരം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോസിലൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് നമ്മളിപ്പോൾ ഒരുക്കി തരാൻ പോകുന്നത്. സോ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറിയില്ലെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ മത്സരം എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. കയറി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് 3:30 ഒരെണ്ണം ഉണ്ട്. പിന്നെ അതുപോലെ 4 മണിക്ക് ഒരെണ്ണം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് 7:30 ഒരു IPL ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ 8:30 ഒരു പാകിസ്ഥാൻ്റെ മാച്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4 മത്സരങ്ങളാണ് നമ്മൾ ഇന്നത്തെ ദിവസം കവർ ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ കളിക്കണം എന്ന് കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏത് കോൺടെസ്റ്റ് കളിക്കണം, എങ്ങനെ കളിക്കണം, ഏത് ആപ്പിൽ കളിക്കണം എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗുജറാത്ത് വേഴ്സസ് LST തമ്മിലുള്ള മത്സരമാണ്. മത്സരം നമ്പർ 26 ഏപ്രിൽ 12 കൃത്യം 3:30 ഇന്നത്തെ ദിവസം 3:30 മാച്ച് നടക്കുന്നത്. മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ ലക്നോവിൻ്റെ ഹോം ഗ്രൗണ്ടായ ഏക്ന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മാച്ച് നടക്കുന്നത്. ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ആവറേജ് സ്കോർ പറഞ്ഞാൽ 168 റൺസാണ്. ഫസ്റ്റ് ഇന്നിങ്സ് ചെയ്ത ടീം 8 പ്രാവശ്യം, സെക്കൻഡ് ഇന്നിങ്സ് ചെയ്ത ടീം 7 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മുടെ ബൗൺസ് ആൻഡ് ക്യാരി ചില സമയങ്ങൾക്ക് നമ്മുടെ ഫാസ്റ്റ് ബോളേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ്. ഓക്കെ, ഇതിനേപോലെ തന്നെ ബിഗ് ബൗണ്ടറീസ് ആണ്. കുറച്ച് അടിച്ച് അങ്ങോട്ടാക്കാനുള്ളത് ചാൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ സ്പിന്നേഴ്സിന് ഇവിടെ ചെറുതായിട്ട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബൗണ്ടറീസ് വലുതാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ സ്പിന്നിട്ട് കഴിഞ്ഞാൽ മേ ബി അടിക്കുന്ന ബാറ്റിൽ നമ്മൾ കറക്റ്റായി കൊള്ളുന്ന സമയത്ത് ചിലപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിക്സ് പോകും. ചില സമയത്ത് ഔട്ട്സൈഡ് അടിച്ചൊക്കെ തട്ടി കൂടുതലും ക്യാച്ച് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് സ്പിന്നേഴ്സിന് ഇവിടെ ചെറിയൊരു ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ട്. പിച്ച് സ്ലോ ആണ്ട് ഗെറ്റിംഗ് ടു ടേൺ, അതായത് നമ്മുടെ ക്യാച്ച് കിട്ടാനുള്ള പോസിബിലിറ്റീസ് കൂടും. അതുപോലെ തന്നെ ഡ്രൈ വെതറാണ്, അതുപോലെ തന്നെ പിച്ച് ഡ്രൈ ആയിരിക്കും. ഇതിനതുപോലെ തന്നെ അപ്പോൾ ബൗൺസ് വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ വിക്കറ്റ് പോകാനും ചാൻസ് ഉണ്ട്. ബാലൻസ് പിച്ചാണ്. റിവാർഡ്സ് ടു ബോളേഴ്സിനും ബാറ്റേഴ്സിനും ഈക്വൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ട് കൂടിയാണ്. സോ നിങ്ങൾ ഡ്രീം ഇലവനിൽ ടീം ഇടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്കറ്റിന് 30 പോയിൻ്റാണ്. 25 മാറ്റി 30 ആക്കിയിട്ടുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പം നമ്മൾ ഡ്രീം ഇലവനിൽ ബാറ്റിങ്ങിനാണ് കൂടുതൽ സ്ട്രെങ്ത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് കുറേ മത്സരങ്ങൾ പോയിൻ്റ് അപ്ഡേഷൻ വന്നത് ബാറ്റിങ്ങിൽ നല്ല രീതിയിൽ സപ്പോർട്ട് പോകുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമുക്കിങ്ങനെ ബൗളിങ്ങിനോട് ഒരു ഇത് വന്നപ്പോൾ തീർച്ചയായിട്ടും ബൗളിങ്ങിനാണ് ഇപ്പോൾ നല്ല രീതിയിൽ പോയിൻറ്റ്സ് കൂടുതൽ കിട്ടുന്നത്. ദെൻ ഗ്രൗണ്ട് സ്റ്റാറ്റ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ടോട്ടൽ 15 മത്സരങ്ങളാണ് ഈ ഒരു ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ളത്. 165 റൺസാണ് ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോറായിട്ട് കണക്കാക്കുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് ചെയ്ത ടീം 8 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് ചെയ്ത ടീം 7 പ്രാവശ്യമാണ് വിൻ ചെയ്തത്. സ്കോറിംഗ് പാറ്റേൺസ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 150 റൺസിന് താഴെ 4 മത്സരങ്ങൾ വന്നിട്ടുണ്ട്. 150നും 170നും ഇടയ്ക്ക് 3 മത്സരങ്ങളും, 170നും 190നും ഇടയ്ക്ക് 3 മത്സരങ്ങളും, 190ന് മുകളിൽ 5 മത്സരങ്ങളാണ് പോയിട്ടുള്ളത്. ബൗളിംഗ് സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഫാസ്റ്റ് ബൗളേഴ്സ് 121 വിക്കറ്റും, സ്പിൻ ബൗളേഴ്സ് 69 വിക്കറ്റുമാണ്. ചെറിയൊരു വേരിയേഷനുള്ളൂ, ഏകദേശം ഒരു ഐ തിങ്ക് ഒരു 52 വിക്കറ്റ്സിൻ്റെ വേരിയേഷനേ ഉള്ളൂ. സോ എന്തായാലും 2 കൂട്ടുകാരെയും ഫാസ്റ്റ് ബൗളേഴ്സിനും സ്പിന്നേഴ്സിനെയും തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ LSTയിലാണെങ്കിലും GTയിലാണെങ്കിലും ഇതുവരെ 5 മത്സരങ്ങളാണ് ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ LST 1 പ്രാവശ്യം, 4 പ്രാവശ്യം GTയാണ് വിൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസത്തിൽ കളിക്കാൻ പോകുന്ന 12 പ്ലെയേഴ്സും അവരുടെ സ്റ്റാറ്റ്സുമാണ്. സോ അത് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് അപ്പോഴേ പറഞ്ഞു തന്നില്ല നിങ്ങൾ എങ്ങനെ കളിക്കണം, ഏതിൽ കളിക്കണം, എങ്ങനെ കളിച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്നത്. അതാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതിനായിട്ട് നിങ്ങൾ കുബേര ഫാൻറ്റസി ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലാസ്റ്റ് നടന്ന മത്സരങ്ങളിലൊക്കെ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയൊരു ആപ്പാണ്. ഏകദേശം 324 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 970 രൂപ കിട്ടി. ഞാൻ മാച്ച് നിങ്ങളെ ഫോക്കസ് ചെയ്യാനായിട്ട് ഞാനിടുന്ന ടീം കൂടുതൽ നിങ്ങൾ H2 H4 H2 H3 ഓക്കെയാണ്. മാക്സിമം H4 തന്നെ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് ഞാൻ 89 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് ഫസ്റ്റ് വന്നപ്പോൾ എനിക്ക് 300 രൂപ കിട്ടുന്ന കോൺടെസ്റ്റാണ്. അതുപോലത്തെ 77 രൂപ കൊടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 200 രൂപ കിട്ടുന്നതും, 55 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വന്നാൽ മാത്രം 300 രൂപ കിട്ടുന്നു, 7 പേര് കളിക്കുന്ന കോൺടെസ്റ്റ്. ഇങ്ങനത്തെ വെറൈറ്റി കോൺടെസ്റ്റുകളൊക്കെ ഇതിലുണ്ട്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുക. കാരണം നിങ്ങൾക്ക് നല്ല
നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ആപ്ലിക്കേഷനാണിത്. അതുകൂടാതെ ഇതിൽ വേറെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവോ ഓപ്ഷനാണ്. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് തന്ന സെയിം IPL ടീം തന്നെ ഇവിടെ ഇട്ട് ഏകദേശം 700 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് 700 രൂപ പോയി ഒന്നും എനിക്ക് കിട്ടിയില്ല. ഓപ്പണായിട്ട് പറയാം, ഒന്നും കിട്ടിയില്ല. പക്ഷേ ഞാനിവിടെ അതിനൊപ്പം തന്നെ ഡ്യുവോ കളിച്ചു. ഈ ഡ്യുവോയിൽ എന്താ എനിക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ട കോൺടെസ്റ്റുകളെല്ലാം ഞാൻ വിൻ ചെയ്തു. ഏകദേശം 490 രൂപ കിട്ടി. അതുകൊണ്ട് എനിക്ക് എന്താ ഈ ചെറിയൊരു പ്രോഫിറ്റെങ്കിലും അതൊന്ന് ടാലി ആക്കാനായിട്ട് പറ്റി. അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത് കണ്ടില്ല. ഞാൻ ഇന്നലെ ഒരു ഡ്യുവോ പിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്കിങ്ങനെ വിൻ ആവാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഷുവറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നമ്മുടെ കുബേര ഫാൻറ്റസീൻ്റെ. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും പറഞ്ഞാൽ നല്ല രീതിയിൽ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇന്നലെ വേറൊരു ആപ്ലിക്കേഷൻ കൂടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈ മാസ്റ്റർ 11. ഇതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഡെപ്പോസിറ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാച്ച് എടുക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ ലക്നൗ വേഴ്സസ് GT മാച്ച് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗീവേ കാണാനായിട്ട് സാധിക്കും. ഐ തിങ്ക് സെക്കൻഡ് മാച്ചസിലായിരിക്കും കൂടുതലും ഗീവേ കൊടുക്കുന്നത്. എന്തായാലും ഡെയിലി വരുത് കണ്ടില്ല 1 lakh rupees ഗീവേ കൊടുക്കുന്നുണ്ട്. അത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം അത് കണ്ടില്ല, ഞാനിവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇതാ ഫ്രീ ആണ്. നമ്മൾ ടീം ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതാ ഓക്കെ ജോയിൻ. ഇത്രയേ ഉള്ളൂ. 1 രൂപ കൂടെ കൊടുക്കാതെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നാൽ 10,000 ഒക്കെ കിട്ടുന്ന ഒരു കിഡിലൻ കോൺടെസ്റ്റാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ തന്നെ ഇന്നലെ ഞാൻ ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 138 രൂപ ചുമ്മാ ഇട്ടത് ഏകദേശം 321 രൂപ വിന്നായി, 183 രൂപ പ്രോഫിറ്റ്. ഒരു ആവറേജ് ടീം തന്നെയാണ്. എല്ലാ കോൺടെസ്റ്റും ഒന്നും വിൻ ചെയ്തില്ല, ഒരെണ്ണമൊക്കെ തോൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ കൂടെ എനിക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ആപ്പ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ലിങ്ക് വഴി കയറി സ്പോട്ടിൽ 200 രൂപ ബോണസ് കിട്ടും. ആ ബോണസ് വെച്ച് നിങ്ങൾക്ക് കളിക്കാനും പറ്റും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചോയ്സ് 11 ആണെങ്കിലും ഇതും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. ഞാൻ ഡെയിലി ഈ ഒരു മാപ്പ് കളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ഞാൻ ഇത് കളിക്കാറ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയറിനെ പിക്ക് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ്. കാരണം എനിക്ക് എല്ലാ മത്സരങ്ങളും നല്ല രീതിയിൽ ഇത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കണ്ടില്ലേ, ഏകദേശം 433 രൂപ കിട്ടിയിട്ട് 970 രൂപയൊക്കെ കിട്ടി. 537 രൂപയോളം എനിക്ക് പ്രോഫിറ്റാണ് കിട്ടിയത്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഷുവറാണ്. അപ്പോൾ ഈ ഒരു ആപ്പിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. അതുപോലെ തന്നെ സ്പോട്ടസിയിലും നമുക്ക് ആ ഒരു പ്ലെയറിനെ മാത്രം ചൂസ് ചെയ്തിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതിലും നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് കയറി ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസ് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോക്കസ് 11 നിങ്ങളൊരു വെറൈറ്റി ആപ്പാണ്. നിങ്ങൾക്ക് കൂടുതൽ വിന്നിങ് പെർസെൻറ്റേജാണ് വേണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കാരണം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഷുവറായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ കോമ്പറ്റീഷൻ കുറവായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും വിന്നിങ് പോസിബിലിറ്റീസ് കൂടും. ഇപ്പോൾ HL11 ആയാലും ശരി, നമുക്ക് വിന്നിങ് പോസിബിലിറ്റീസ് കൂടും. സോ ഇതിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും അഷ്യൂറായിട്ടുള്ള കാര്യമാണ്. സോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആപ്പിലും ക്യാഷ് ബോണസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ LSTത്തെ പ്രോബബിൾ 11 നോക്കാം. മാർക്കം, മിച്ചൽ മാഷ്, നിക്കോളസ് പൊറൻ, ഋഷഭ് പന്ത്, അതുപോലെ തന്നെ ഡേവിഡ് മില്ലർ, ആയുഷ് ബദോനി, അബ്ദുൽ ജമാദ്, ഷർദുൽ താക്കൂർ, ആകാശ് ദീപ്, ദിഗ്വേഷ് റാത്തി, അതുപോലെ തന്നെ ആവേശ് ഖാൻ, രവി വിഷ്ണു, ഇത്രയും പേരാണുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഷബാസ് അഹമ്മദോ അല്ലെങ്കിൽ H സിംഗോ, സിദ്ധാർത്ഥൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കീ പ്ലെയേഴ്സിനെ പറ്റി പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ മാർക്കം. റീസെൻ്റായിട്ട് നല്ല പെർഫോമൻസ് ആണ്. അഗെയിൻസ്റ്റ് GT ആയിട്ട് റീസെൻ്റ് ഏകദേശം 95 റൺസിൻ്റെ ഒരു റെക്കോർഡുണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള റെക്കോർഡുണ്ട്. അതുപോലെ തന്നെ മിച്ചൽ മാർച്ച് ആണെങ്കിൽ റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങൾ 81, 60, 52 അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് GT ആയിട്ട് ഒരു വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അദ്ദേഹം ബോൾ ചെയ്യത്തില്ല കേട്ടോ. നിക്കോളസ് പൂറിനാണെങ്കിലും എക്സ്പ്ലോസീവാണ്. ലാസ്റ്റ് മത്സരം 87 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. 44, 70 എല്ലാ മത്സരങ്ങളും നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് അഗെയിൻസ്റ്റ് GT ആയിട്ടാണെങ്കിലും നല്ല പെർഫോമൻസ് ഉള്ള ഒരു പ്ലെയറാണ് നമ്മുടെ LSTത്തെ നിക്കോളസ് പൂറാൻ. ദെൻ ഋഷഭ് പന്ത് ആണെങ്കിലും പ്യുവറാണ്. റീസെൻറ്റ് പെർഫോമൻസ് എല്ലാം ഭയങ്കര വീക്കാണ്. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് GT ആയിട്ട് അത്യാവശ്യം നല്ല റെക്കോർഡ്സ് ഉണ്ട്. 147 റൺസിൻ്റെ റെക്കോർഡ്സ് ഉണ്ട്. ആയുഷ് ബദോനി ആണെങ്കിൽ ലാസ്റ്റ് 5 മത്സരത്തിൽ അദ്ദേഹം 99 റൺസാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകനെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലും 257 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട് കേട്ടോ. അത് 257 റൺസ് ടോട്ടലി അവിടെ സ്കോർ ചെയ്തിട്ടുണ്ട്. ഡേവിഡ് മില്ലർ ആണെങ്കിൽ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ 3 മത്സരങ്ങൾ കളിച്ചിട്ട് 52 റൺസ് മാത്രമേ എടുത്തുള്ളൂ ഈ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന്. അബ്ദുൽ സമാദിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹിറ്ററാണ്. ആവറേജ് ആയിട്ട് നമ്മുടെ അഗെയിൻസ്റ്റ് GT ആയിട്ട് ചെറിയൊരു ആവറേജ് സ്കോറുള്ള ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ ഷർദുൽ താക്കൂർ ആണെങ്കിൽ വിക്കറ്റ് ടേക്കറാണ്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് GT ആയിട്ട് വിക്കറ്റ്സോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ദെൻ അതുപോലെ തന്നെ കഴിഞ്ഞ 3 മത്സരത്തിൽ വിക്കറ്റ്സ് ഒന്നും എടുത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ആവേശ് ഖാൻ ആണെങ്കിലും
അഗെയിൻസ്റ്റ് GT ആയിട്ട് 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. ഡെത്ത് ഓവേഴ്സിൽ കൂടുതൽ വിക്കറ്റ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. വിഷ്ണോയ് ആണെങ്കിലും 15 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് 16 മത്സരത്തിൽ ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ 1 വിക്കറ്റാണ് അഗെയിൻസ്റ്റ് GT ആയിട്ട് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ദിഗ്വേഷ് റാത്തി ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ലാസ്റ്റ് 2 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 5 വിക്കറ്റാണ് ഇദ്ദേഹം എടുത്തിട്ടുള്ളത്. റൈസിങ് സ്പിൻ ബോളറാണ് നമ്മുടെ LSG-ത്തെ. അതുപോലെ തന്നെ പോസിബിൾ ആയിട്ടുള്ള നമ്മുടെ GT-ത്തെ പ്ലെയേഴ്സിനെ നോക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ ജോസ് ബട്ട്ലർ, സായ് സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ, റുദർഫോർഡ്, അതുപോലെ തന്നെ നമ്മുടെ ഷാറൂഖ് ഖാൻ, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, അതുപോലെ തന്നെ സായ് കിഷോർ, മുഹമ്മദ് സിരാജ്, പ്രസിദ്ധ് കൃഷ്ണ, അർഷാദ് ഖാൻ ഇത്രയും പേരാണ് നമ്മുടെ ടീമിലുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഗ്ലെൻ ഫിലിപ്സും മഞ്ജു റാവട്ടൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. കീ പ്ലേയേഴ്സായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഗില്ലാണ്. കൺസിസ്റ്റൻ്റ് ആണ്. എഗെയിൻസ്റ്റ് LSG ആയിട്ട് അദ്ദേഹം 176 റൺസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 94-63 ഒക്കെയാണ് ലാസ്റ്റ് പെർഫോമൻസും. അതുപോലെ തന്നെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസുള്ള ആവറേജ്. നമ്മുടെ സായ് സുദർശൻ ആണെങ്കിൽ ഭയങ്കര നല്ലൊരു ഇതായിട്ടുള്ള പ്ലെയറാണ്. ലാസ്റ്റ് മത്സരം അദ്ദേഹം ഏകദേശം 82 റൺസാണ് എടുത്തത്. അതിന് മുന്നത്തെ മത്സരം 49, അതിന് മുന്നത്തെ മത്സരം 63, അതിന് മുന്നത്തെ മത്സരം 74. ലാസ്റ്റ് 5 മത്സരങ്ങളിൽ നല്ല പെർഫോമൻസ് ആണ്. ജോസ് ബട്ട്ലർ ഡേഞ്ചറസ് ആണ്. എഗെയിൻസ്റ്റ് LSG ആയിട്ട് നല്ല റെക്കോർഡ്സ് ഉണ്ട്. ടോപ്പ് സ്കോർ അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് LSG ആയിട്ട് 89 റൺസാണ്. വാഷിംഗ്ടൺ സുന്ദർ ഓൾറൗണ്ടർ ആണ്. നോ വിക്കറ്റ്സ് ഫ്രം LSG ആയിട്ട് കളിച്ചിട്ട് വിക്കറ്റ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല. ഒരു ഓൾറൗണ്ടർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു പ്ലെയറാണ്. ദെൻ റുദർഫോർഡ് ഡീസൻറ്റ് ഫോമാണ്. അതുപോലെ തന്നെ ഇതുവരെ എഗെയിൻസ്റ്റ് LSG ആയിട്ട് കളിച്ചിട്ടില്ല. ദെൻ അതുപോലെ തന്നെ ഷാറൂഖ് ഖാൻ ആണെങ്കിലും നമ്മുടെ പവർഫുൾ ഹിറ്ററാണ്. 132 റൺസ് എടുത്തിട്ടുണ്ട് റീസെൻ്റായിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട്. അതുപോലെ തന്നെ രാഹുൽ തിവാട്ടിയ ഫിനിഷറാണ്. എഗെയിൻസ്റ്റ് LSG ആയിട്ട് 4 ഇന്നിങ്സിൽ നിന്ന് 94 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. റാഷിദ് ഖാൻ 5 മത്സരങ്ങൾ കളിച്ചിട്ട് അദ്ദേഹം എടുത്തത് 8 വിക്കറ്റ്സ് ആണ്. എഗെയിൻസ്റ്റ് ആയിട്ട് LSG ആയിട്ട് ഒരു കീ ത്രെട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ കൂടിയാണ്. സായ് കിഷോർ ആണെങ്കിലും 2 വിക്കറ്റ്സ് ആണ് എഗെയിൻസ്റ്റ് LSG ആയിട്ട് എടുത്തുള്ളത്. ഡീസൻറ്റ് പെർഫോമൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. മാക്സിമം അദ്ദേഹം 1 വിക്കറ്റെങ്കിലും പെർ മാച്ച് എടുക്കാറുണ്ട്. സിരാജ് ആണെങ്കിലും എഗെയിൻസ്റ്റ് GT-യിലെ ബെസ്റ്റ് പെർഫോമറാണ്. 7 വിക്കറ്റാണ് എടുത്തുള്ളത് എഗെയിൻസ്റ്റ് LSG ആയിട്ട്. പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റ് എഗെയിൻസ്റ്റ് LSG ആയിട്ട് എടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വിക്കറ്റ് ടേക്കിംഗ് ചെയ്യുന്ന ഒരു പേസ് ബോളറാണ് പ്രസിദ്ധ് കൃഷ്ണ. അർഷാദ് ഖാൻ ലാസ്റ്റ് 3 മത്സരത്തിൽ നിന്ന് അദ്ദേഹം 6 വിക്കറ്റാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ദെൻ അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് നമ്മുടെ മാർക്കം, ദിഗ്വേഷ് റാത്തി, മുഹമ്മദ് സിരാജ്, പ്രസിദ്ധ് കൃഷ്ണ ഇവരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ആവിഷ് ഖാനെയും അവിടെ രാഹുൽ തിവാട്ടിയും കൂടുതലും നമ്മുടെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. സോ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ കുബേര ഫാൻറ്റസിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ കുബേര ഫാൻറ്റസിയിൽ നിങ്ങൾക്ക് സ്പോട്ടിൽ 100 രൂപ ക്യാഷ് ബോണസ് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. സോ എന്തായാലും നമ്മുടെ ലിങ്ക് വഴി തന്നെ ഒന്ന് കയറാൻ ശ്രമിക്കുക. സോ നമുക്ക് ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബട്ട്ലറും അതുപോലെ തന്നെ നിക്കോളാസ് പൂറിനെ എടുത്തിട്ടുണ്ട്. പന്ത് എപ്പോൾ കളിക്കുമെന്ന് പറയാൻ പറ്റില്ല. ലാസ്റ്റ് എല്ലാ മത്സരങ്ങളും നമ്മൾ പന്തിനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഫോമല്ല ഈ ഒരു മത്സരം മേ ബി കളിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മുഹമ്മദ് സിരാജ്, സായ് കിഷോർ രണ്ടുപേരെയും നമ്മൾ എടുത്തിട്ടുണ്ട്. പ്രസിദ്ധ് കൃഷ്ണ തീർച്ചയായിട്ടും ടീമിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാം. മാർക്കം റീസെൻ്റ് നല്ല പെർഫോമൻസ് ആണ്. അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദറിലോട്ട് നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഗില്ല്, മിച്ചൽ മാർഷ്, സായ് സുദർശൻ നല്ല പെർഫോമൻസ് ആണ്. ഇവർ 3 പേര് ഇപ്പോൾ ഫോമിലുള്ളതാണ്. ഇനി നമുക്ക് ഒന്നല്ലേ ഓൾറൗണ്ടർ എന്ന ഒരാളെ പോകാം. അർഷാദ് ഖാൻ ആണെങ്കിൽ അർഷാദ് ഖാനിലോട്ട് പോകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് മത്സരം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹം. ഓക്കെ, നമുക്ക് ദിഗ്വേഷ് റാത്തി ഒരു നല്ലൊരു ഓപ്ഷൻ ആണെന്ന് എനിക്ക് തോന്നി അദ്ദേഹം. സോ അദ്ദേഹത്തെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ നമ്മുടെ LSG-യിലാണെങ്കിൽ ഒരു മെയിൻ ഫാസ്റ്റ് ബൗളറിനെ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതുകൂടെ നമ്മൾ നോട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ LSG കുൽക്കർണി നമുക്ക് താക്കൂറിനെ തൽക്കാലം എടുക്കാം. ഓക്കെ, നമ്മുടെ ടീം ജസ്റ്റ് നോക്കാം. ക്യാപ്റ്റൻ VC കൊടുക്കുന്നത് ഞാൻ വൈസ് ക്യാപ്റ്റൻ നിക്കോളാസ് പൂറിനാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ഞാൻ നമ്മുടെ ശുഭ്മാൻ ഗില്ലിനെയാണ് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മുടെ ടീം ഒന്ന് നോക്കാം. 2 ടീമിൽ നിന്നും ഓരോരോ ആൾക്കാരെ നമ്മൾ ക്യാപ്റ്റനും VCയും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടീം ജസ്റ്റ് നോക്കാം. ജോസ് ബട്ട്ലർ, അതുപോലെ നിക്കോളാസ് പൂറൻ, മിച്ചൽ മാർഷ്, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ, ആദ്യ മാർക്കം, സർദുൽ താക്കൂർ, അതുപോലെ തന്നെ സായ് കിഷോർ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിരാജ് ഇത്രയും പേരെ നമ്മുടെ ടീമിൽ ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. ഫൈനൽ ടീംസും കാര്യങ്ങളാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടുക. അപ്പോൾ നിങ്ങൾ ലോസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വരിക. കാരണം നമ്മൾ ഒരുപാട് ടീം ഇന്നത്തെ ദിവസം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറയുന്ന മാച്ചസൊക്കെ നിങ്ങൾ മാക്സിമം ഞാൻ ഈ പറഞ്ഞ പോലെ കുബേരയിലോ അല്ലെങ്കിൽ നമ്മുടെ ചോയ്സ് 11-ലോ ഫോക്കസ് 11-ലോ ഒക്കെ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഷുവർ തന്നെയാണ്. മൈ മാസ്റ്റർ 11 തീർച്ചയായിട്ടും 0% കമ്മീഷൻ മേടിക്കുന്ന ഒരു ആപ്പ് കൂടിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിലും ചോദിക്കാവുന്നതാണ്. അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ഫ്രണ്ട്സ്.